നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഉഴുന്ന് ചേർക്കാത്ത പച്ചരി മാത്രം വെച്ചുള്ള ദോശയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അതിനായിട്ട് 1.5 കപ്പ് അളവിൽ പച്ചരി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇഡലി ദോശയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന സാധാരണ പച്ചരിയാണ്. ഇനി 1 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഉലുവ ചേർത്ത് കൊടുക്കുന്നത് ദോശയ്ക്ക് നല്ലൊരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായി കഴുകി കുതിർന്ന് കിട്ടാൻ വേണ്ടി മാറ്റി വെക്കാം. ഒരുപാട് കുതിർന്ന് പച്ചരി പൊടിഞ്ഞു പോകരുത്. അങ്ങനെ ആയാൽ നമ്മുടെ ദോശ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയില്ല. ഒരു 3 മണിക്കൂർ മതിയാകും. നമ്മൾ ഈ ഒരു അരി അരച്ചെടുക്കുന്നതിന് മുൻപായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ അവൽ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചു കൊടുക്കാം. വെള്ള അവൽ തന്നെ എടുക്കണം. പകരം ബ്രൗൺ പോലത്തെ അവൽ എടുക്കുവാണെങ്കിൽ ദോശയ്ക്ക് കളർ വ്യത്യാസം വരാം. ഇതിന് പകരം വേവിച്ച ചോറ് ആണെങ്കിലും എടുക്കാവുന്നതാണ്. ഇതാ നമ്മുടെ പച്ചരി നന്നായി തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് തന്നെ വേണം ഇത് കുതിർത്തി എടുക്കാനായിട്ട്, പൊടിഞ്ഞൊന്നും പോകാതെ. ഇനി ഇത് ഒന്നുകൂടെ കഴുകി എടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കണം. ഇനി ഇത് അല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായി തന്നെ ഇതൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് തന്നെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. നമ്മൾ ഈ ദോശക്കൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു രീതിക്ക് തന്നെ വേണം ഇത് കിട്ടാനായിട്ട്. ഇനി ബാക്കിയുള്ള പച്ചരിയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു അവലും കൂടെ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ നല്ലൊരു കോക്കനട്ട് ദോശയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം അതിലേക്ക് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കുന്ന സമയത്ത് തേങ്ങയ്ക്ക് പകരം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് വേണമെന്നുണ്ടെങ്കിലും അരച്ചെടുക്കാവുന്നതാണ്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പം 1-ാം പാൽ തന്നെ ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാൻ നോക്കണേ. ഞാനിപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് അരച്ചു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ തലേദിവസമാണ് ഇത് റെഡിയാക്കി വെക്കുന്നത്. ഒരു 8 മണിക്കൂർ നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി കൊടുക്കാം. ഇതിപ്പം രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ ദോശമാവ് നന്നായിട്ട് തന്നെ ഇവിടെ പതഞ്ഞ് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് അരച്ചു വെക്കുന്ന സമയത്ത് ഒരിക്കലും ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കരുത്. പിറ്റേ ദിവസം നമ്മൾ ദോശ ഉണ്ടാക്കാൻ എടുക്കുന്ന സമയത്ത് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഉഴുന്ന് ഒട്ടും ചേർക്കാതെ പച്ചരി മാത്രം വെച്ച് നമ്മൾ അരച്ചെടുത്തതാണ്. ഇതിലേക്ക് ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. എങ്കിൽ പോലും നന്നായിട്ട് തന്നെ ഇത് മാവ് പുളിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. ഇതിൻ്റെ മേളിലേക്ക് ഓയിലോ നെയ്യോ ഒക്കെ ഒഴിച്ചു കൊടുത്ത് ചുട്ടെടുക്കാവുന്നതാണ്. ഈ ഒരു ദോശയുടെ മേളിൽ ഹോൾസൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കിന് നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു ദോശ തിരിച്ചിടത്തില്ല കേട്ടോ. ഇതാ നമ്മുടെ പച്ചരി മാത്രം വെച്ചുള്ള ദോശ വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. സാധാരണ നമ്മൾ ദോശയ്ക്കൊക്കെ കഴിക്കാൻ എടുക്കുന്ന ആ കറികളൊക്കെ തന്നെ കൂട്ടി ഇത് കഴിക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ദോശയാട്ടോ ഇത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഉഴുന്ന് ചേർക്കാതെ വെറും കുറഞ്ഞ ചേരുവയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കോക്കനട്ട് ദോശയുടെ റെസിപ്പിയാണ്. നമ്മുടെ ഈ ഒരു ചാനലിൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്